ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ ബികോം BBAയുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലാണ് നാളത്തെ എക്സാമിനേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഏരിയാസ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ടൊരു 4-5 മൊഡ്യൂളാണ് നമുക്കതിൽ മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ 1 പ്രൊഫഷണലിസം എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഇനി ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണ് പ്രൊഫഷണലിസം എന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ അതായത് സെക്ഷൻ എയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് പ്രൊഫഷണലിസം? ഇറ്റ് ഈസ് എ കണ്ടക്ട്, എയിംസ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് ക്യാരക്ടറൈസ് ഓർ മാർക്ക് എ പ്രൊഫഷൻ. അതായത് ഒരു പ്രൊഫഷനിൽ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസും അതിൻ്റെ സവിശേഷതകളൊക്കെ അടങ്ങുന്നതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അടുത്തത് ഈ പ്രൊഫഷണലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പ്രൊഫഷണലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. അത് റിലയബിളാണ്, എത്തിക്കൽ ബിഹേവിയർ, പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ്, അക്കൗണ്ടബിളാണ്, പ്രൊഫഷണൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, സെപ്പറേറ്റ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, ഇമോഷണൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം, എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണൽ ചോദിക്കുകയാണെങ്കിൽ ഒരു 8 പോയിൻറ്റ് നിങ്ങൾ എഴുതിയിട്ട് ജസ്റ്റ് ഒരു 1 സെൻറ്റൻസിലേക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അത് എന്തിനാണ് മേക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് പഠിച്ച് വെച്ചാൽ മതി. അത് അടുത്ത ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടുതലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമെയിൽസ് ഇൻ ബിസിനസ്? കാരണം നമുക്കറിയാം ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇമെയിൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ? ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ഇൻ ദ ഫോം ഓഫ് മെയിൽസ് ദാറ്റ് ആർ സെൻഡ് ഓവർ ഇൻ്റർനെറ്റ് ടു വൺ ഓർ മെനി റെസിപ്പിയൻ്റ്, അല്ലേ? ഒന്നോ അതിലധികമോ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു മീഡിയയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ആ ഇമെയിലിന് ബിസിനസ്സിൽ ഉള്ള പ്രാധാന്യം എന്താണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമെയിൽസ് ഇൻ ബിസിനസ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബിസിനസ്സിൽ ഇമെയിൽസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, അല്ലേ? ബിസിനസ്സിൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമെയിൽ യൂസ് ചെയ്യാം. അതുപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ കൈൻഡ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ. എല്ലാ തരത്തിലുള്ള ബിസിനസ്സിനും എല്ലാ തരത്തിലുള്ള പ്രൊഫഷനും നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് എനി കൈൻഡ് ഓഫ് പബ്ലിക് ആപ്ലിക്കേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ഏതൊരു തരത്തിലുള്ള പബ്ലിക് ആപ്ലിക്കേഷനും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമെയിൽ. It is used to verify people when they subscribe to the newsletter or want to download e-books. ഇ-ബുക്സ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ന്യൂസ് അതായത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പീപ്പിൾസിന് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ചാനലിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വേണം, അല്ലേ? മെയിലില്ലാണ്ട് നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സുകൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ മെയിൽ ID അടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ബൈ ബിസിനസ് ടു പ്രൊമോട്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ഇമെയിൽ വഴി, അതായത് ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇമെയിൽ ഈസ് ഹെൽപ്ഫുൾ ടു മാനേജ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ബിസിനസ് നെറ്റ്വർക്ക്. ബിസിനസ് നെറ്റ്വർക്കിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇമെയിൽ യൂസ് ചെയ്യാം. അതുപോലെ ഷെയറിങ് ആൻഡ് കൊളാബറേഷൻസ് ക്യാൻ ബി ഡൺ ത്രൂ ഇമെയിൽ. ഇമെയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലും കൊളാബറേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. നോട്ടിഫിക്കേഷൻസും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട് ഇമെയിൽ യൂസ് ചെയ്യാം. ഇമെയിൽസ് ആർ ദ പ്രൈം ഓപ്പറേറ്റേഴ്സ് ഫോർ ഓൺലൈൻ സ്റ്റോഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് കമ്പനീസ്. ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് കമ്പനീസിനും ഓൺലൈൻ സ്റ്റോറുകൾക്കൊക്കെ എന്ത് ആവശ്യമാണ്? ഇമെയിൽ ആവശ്യം. നമുക്ക് എന്തെങ്കിലും ഒരു ഗൂഗിൾ, നമുക്കറിയാം എന്തെങ്കിലും സാധനം നമുക്ക് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം? ഇമെയിൽ അടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലേ? ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ഫോർ ബിസിനസ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പ്രൈവറ്റ് ആൻഡ് റെക്കോർഡ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇമെയിൽ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ്. അതെല്ലാവരും പഠിച്ചു വയ്ക്കുക കേട്ടോ.
ഇനി ഇമെയിൽ ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെയാണ് ഡബിൾ ചെക്ക് ദ റെസിപ്പിയൻ ഇമെയിൽ അഡ്രസ്സ്. നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ ആരിലേക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്, അപ്പോൾ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ പ്രൂഫ് റീഡ് ദ ഇമെയിൽ ബിഫോർ പ്രസ്സിങ് ദ സെൻഡ് ബട്ടൺ അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ സ്മോൾ പാരഗ്രാഫായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതായത് ലാർജ് പാരഗ്രാഫിനേക്കാൾ സ്മോൾ പാരഗ്രാഫ് ആക്കുക. അതുപോലെ തന്നെ സെൻറ്റൻസ് വൈസ് നിങ്ങൾ ഷോർട്ട് ആക്കുക. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പിയെ റിക്വസ്റ്റ് ചെയ്യുക. എന്താണ് ഇഫ് യു മേ ഫോർ അക്നോളജ്മെൻറ്റ് മെയിൽ ഇൻക്ലൂഡ് ഒറിജിനൽ മെസ്സേജ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഡു നോട്ട് യൂസ് ഓൾ ക്യാപ്സ് വെൻ കമ്പോസിങ് ആൻ ഇമെയിൽ. അല്ലേ, ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ച് നമ്മൾ മെസ്സേജ് കമ്പോസ് ചെയ്യുമ്പോൾ ഒരിക്കലും എല്ലാം ക്യാപ്സ് ഉപയോഗിക്കാൻ പാടില്ല. ടെക്സ്റ്റുകളൊന്നും എപ്പോഴും ക്യാപിറ്റലൈസ്ഡ് ആക്കാനായിട്ട് പാടില്ല. ഡു നോട്ട് സെൻഡ് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഓവർ ഇമെയിൽ. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടല്ലോ, അത്ര രഹസ്യമായ ഡാറ്റാസ് ഒന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇമെയിൽ വഴി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ഡി നോട്ട് യൂസ് എ റിക്വസ്റ്റ് റീഡ് റിസിപ്റ്റ് അൺലെസ് നെസസറി. ഡി നോട്ട് റിപ്ലൈ ടു ആൻ ഇമെയിൽ വെൻ ആങ്ക്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിപ്പോൾ ആകെ വിഷമിച്ച് അല്ലെങ്കിൽ നമ്മൾ ആങ്ക്രി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, റിപ്ലൈ കൊടുക്കാൻ പാടില്ല. കൂൾ ഓഫ് ടൈം, നമ്മൾ ആകെ കൂളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാമല്ലോ, നമ്മൾ നോർമലി നമ്മുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ആകെ വിഷമത്തിലോ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് മറുപടി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ മെയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഡു നോട്ട് യൂസ് കോംപ്ലെക്സ് അക്രോണിംസ് ആൻഡ് സംസ് ലാംഗ്വേജ് ടു കമ്പോസ് ദ ഇമെയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. 2 മൊഡ്യൂൾ 2 ആണ്. ഇ ലേണിംഗ് ആണ്. എന്താണ് ഇ ലേണിംഗ്? അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കാം ചിലപ്പോൾ. ഇതുവരെയായിട്ട് നിങ്ങളൊരു പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇ ലേണിംഗ് എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമുക്കറിയാം, ഈ കോവിഡ് സിറ്റുവേഷനിൽ നിങ്ങളെല്ലാവരും ലേണിംഗ് ത്രൂ ഇൻ്റർനെറ്റാണ് അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ യൂട്യൂബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇ ലേണിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ പഠിക്കുക, ലേണിംഗ് ചെയ്യുന്നതിനെയാണ് ഇ ലേണിംഗ് എന്ന് പറയുക. ഇറ്റ് മീൻസ് ദാറ്റ് ലേണിംഗ് ദാറ്റ് ഈസ് എനേബിൾഡ് ഇലക്ട്രോണിക്കലി. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഫ്ലെക്സിബിളാണ്, 24 hours ആക്സസ് ആണ് അല്ലേ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും 24 മണിക്കൂർ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. അതുപോലെ ലേണിംഗ് ഇതുകൾ നമുക്ക് അത് അഡാപ്റ്റബിളാണ്, അൺലിമിറ്റഡ് വെർച്വൽ റിസോഴ്സസ് ആണ്, അപ് ടു ഡേറ്റ് കണ്ടൻറ്റുകളായിരിക്കും അതിലുണ്ടായിരിക്കുക, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഈ ലേണിംഗിൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് ലിമിറ്റഡ് ആണ്. നമുക്ക് എല്ലാ കുട്ടികളുടെ ഫീഡ്ബാക്കൊന്നും കിട്ടില്ല. കാരണം ഞാൻ തന്നെ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ റിപ്ലൈ പോലും നിങ്ങൾ തരാറില്ല, ലൈക്ക് ചെയ്യാറില്ല, കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടാത്തത് നമുക്ക് ഈ ലേണിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ലേണിങ്സ് ക്യാൻ കോസ് സോഷ്യൽ ഐസൊലേഷൻ അല്ലേ. സോഷ്യൽ ഐസൊലേഷൻസ് നമുക്ക് എന്താവാനുള്ള കാരണമാവും, ഈ ലേണിംഗ് വഴി നടക്കാനായിട്ടുള്ള കാരണമാവും. അതുപോലെ സ്ട്രോങ് സെൽഫ് മോട്ടിവേഷൻ ആൻഡ് ടൈം മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ. ഈ ലേണിങ്ങിൽ ഒരുപാട് സമയം വേണം, ടൈം മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലേ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, എന്നാലും നമുക്ക് ഈ ലേണിങ്ങിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതില്ലെങ്കിൽ അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ചീറ്റിംഗ് പ്രിവെൻഷൻ ഡ്യൂറിങ് ഓൺലൈൻ അസസ്മെൻറ്റിലൊക്കെ നമുക്ക് എന്തുണ്ടാവാം, ചീറ്റിംഗ് ഉണ്ടാവാം. അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് ഒരു ലാക്സാണ്, അതുണ്ടാവുന്നില്ല. അതുപോലെ ലിമിറ്റഡ് സർട്ടൺ ഡിസിപ്ലിൻസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഒന്നൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കോളേജുകളും സ്കൂളുകളൊക്കെ ചെയ്യുന്ന ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെയാണ് നമുക്കതിൽ നോക്കേണ്ടത്. പിന്നെ ഈ കണ്ടൻ്റ് ആണ്. എന്താ ഈ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ? ഈ കണ്ടൻറ് റെഫേഴ്സ് ടു ദ കണ്ടൻറ് ഓർ ഇൻഫർമേഷൻ ഡെലിവർ ഓവർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ എന്തെങ്കിലും കണ്ടൻറ്റുകൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നതിനെയാണ് ഈ കണ്ടൻറ് എന്ന് പറയുക. അത് ടെക്നോളജിക്കൽ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ അത് ഫ്രണ്ട്ലി യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ ലൈബ്രറീസ് ഉണ്ട്. ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ഓൺലൈൻ ഡാറ്റാ ബേസ് ഡിജിറ്റൽ ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഇമേജസും ഓഡിയോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈബ്രറിയിലെ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ വഴി, അത് ത്രൂ ഇൻ്റർനെറ്റ് വഴി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? വൈഡ് വെറൈറ്റി ഓഫ് കണ്ടൻറ്റ് ഉണ്ടാവും അല്ലേ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും, 24 മണിക്കൂർ നമുക്ക് സർവീസബിൾ ആണ്. അതുപോലെ തന്നെ ലൈബ്രറി മാനേജ്മെൻറ്റ് ഓട്ടോമേഷൻ, റിയൽ ടൈം ഇൻട്രാക്ഷൻസ് ആണ്. നമ്മുടെ നോളജ് ഓഫ് ഫ്യൂച്ചറിലെ ജനറേഷൻസിലേക്ക് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ MOOC, അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിനെയാണ് MOOC എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് MOOC?
മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. ഇറ്റ് ഇസ് എൻ ഓൺലൈൻ കോഴ്സ് വിത്ത് ദ ഓപ്ഷൻ ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ രജിസ്ട്രേഷൻ, എ പബ്ലിക്ലി ഷെയർഡ് കരിക്കുലം ആൻഡ് ഓപ്പൺ എൻഡഡ് ഔട്ട്കംസ്. ജസ്റ്റ് ആ MOOC എന്താണെന്ന് ഓർത്ത് വയ്ക്കുക എല്ലാവരും, ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ലേണിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, മൊബൈൽ ഡിവൈസസ്, ബ്ലോഗിങ്, വെബ് ക്യാംസ്, വൈറ്റ് ബോർഡ്, സ്ക്രീൻ കാസ്റ്റിംഗ്, ഇതെല്ലാം നമ്മൾ ഓൺലൈൻ ലേണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസാണ് കേട്ടോ. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോഗിങ്, അതുപോലെ കമ്പ്യൂട്ടർ വഴി, ടാബ്ലറ്റ് വഴി, മൊബൈൽ വഴി, വെബ് ക്യാംസ് വഴിയൊക്കെ നമ്മൾ ലേണിങ് ചെയ്യുന്നുണ്ട് അല്ലേ. അതൊക്കെയാണ് ഇതിന് വേണ്ട വെബ് ടെക്നോളജീസ്. മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. അതിനകത്ത് നമ്മൾ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് ആദ്യം പഠിക്കാനുണ്ട്. അതിലായത് വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ 1940 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടായിട്ടുള്ളത്. അതിൽ വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ദീസ് കമ്പ്യൂട്ടേഴ്സ് വെരി ലാർജ്, വളരെ വലിയ സ്ക്രീനോട് കൂടിയുള്ളൊരു കമ്പ്യൂട്ടറൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അധികം ഇലക്ട്രിസിറ്റി വേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് മോർ ഹീറ്റ്, കൂടുതൽ ചൂടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ENIAC, UNIVAC ഒക്കെ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റുകൾ എഴുതി വയ്ക്കാൻ എക്സാമ്പിൾ എഴുതുക. UNIVAC, ENIAC ഒക്കെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1940 തൊട്ട് 1956 വരെ തന്നെയാണ്. അതിലും വാക്വം ട്യൂബ്സ് ആയിരുന്നു, സ്മോൾ സൈസ് ആയിരുന്നു, മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ സൈസ് ആയിരുന്നു. ഹീറ്റിംഗ് ജനറേഷൻ കുറവ്, കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാൾ കുറവായിരുന്നു. അതുപോലെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, അതായത് വൈദ്യുതിയുടെ ഉപയോഗവും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതിന് എക്സാമ്പിളാണ് IBM 350 ഒക്കെ കേട്ടോ. അടുത്ത തേർഡ് ജനറേഷനാണ് 1963 മുതൽ 1972 വരെയുള്ള കാലഘട്ടത്തിലാണ് തേർഡ് ജനറേഷൻ. അത് നമുക്ക് IC സർക്യൂട്ടിലേക്ക് മാറി, വാക്വം ട്യൂബ് മാറി IC സർക്യൂട്ടിലേക്ക് മാറി. സ്മോൾ സൈസ് ആയിരുന്നു, ലെസ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവാണ്, ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് IBM 360. മറ്റേ 350 ആണ്, ഇത് 360, 370 ആണ്. അടുത്ത ഫോർത്ത് ജനറേഷനാണ് 4G ആണ്. 4Gയിൽ നമ്മൾ LCA ടെക്നോളജീസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ലാർജ് ഇൻ്റഗ്രേഷനാണ്, ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മൈക്രോ പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തു, അതാണ് ആപ്പിൾ, സ്റ്റാർ ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ 5G ആണ്, അത് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട് ആണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് 5G എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെക്നിക് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് 5G വരുന്നത്. അത് അണ്ടർസ്റ്റാൻഡബിൾ സ്പോക്കൺ വേർഡ്സ് ആണ്. സയൻറ്റിസ്റ്റ് ആർ കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ടു ഇൻക്രീസ് ദ പ്രോസസ്സിംഗ് പവർ. അതിന് എക്സാമ്പിളാണ് IBM വാട്സൺ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക എല്ലാവരും, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ സ്ട്രക്ചേർഡ് ഡാറ്റയും അൺസ്ട്രക്ചേർഡ് ഡാറ്റയും നമ്മുടെ ഡിഫറൻസ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നൊരു ഇതിലേക്ക് പോവുകയാണ്. എന്താണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് ചോദിക്കാം. ഡാറ്റ അനലിസ്റ്റ് പറഞ്ഞാൽ ഹൂ ട്രാൻസ്ലേറ്റ് ദ നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫിഗേഴ്സ് ഇൻറ്റു അണ്ടർസ്റ്റാൻഡബിൾ വാല്യൂസ്. അതായത് ആരാണോ നമ്പേഴ്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഫിഗേഴ്സിനെയൊക്കെ മനസ്സിലാവുന്ന ഒരു വാല്യൂസിലേക്ക് മാറ്റുന്നത്, അയാളെയാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയാം. ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ ബിഗ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബിഗ് ഡാറ്റ അനലിസ്റ്റ് ഇസ് എ പ്രോസസ് ഓഫ് എക്സാമിൻ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് ചെയ്യുന്നു, ഹിഡൻ പാറ്റേൺസിലേക്ക് നമ്മൾ അൺകവർ ചെയ്യുന്നു. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ടു ടേൺ റോ ഡാറ്റ ഇൻ ടു യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഡാറ്റേനെ ഉപയോഗപ്രദമായ ഒരു ഇൻഫർമേഷനിലേക്ക് മാറ്റുന്ന ആളാണ് ഡാറ്റ. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയാം. അപ്പോൾ ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ദ ഡാറ്റ ഒബ്ജക്റ്റ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ടു ദ അതർ ഒബ്ജക്റ്റ്. അതായത് അതിൻ്റെ ബന്ധം, ഒരു ഒബ്ജക്റ്റിനെ, ഡാറ്റ ഒബ്ജക്റ്റിനെ നമ്മൾ അതർ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ അതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ മോഡലിംഗ് എന്ന് പറയുക. ഇനി സ്ട്രക്ചേർഡ് ഡാറ്റയും അൺസ്ട്രക്ചേർഡ് ഡാറ്റയും നമ്മൾ ഡിഫറൻസ് നോക്കാം. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സെർച്ചബിൾ ടൈപ്പ് ആയിരിക്കും, അൺസ്ട്രക്ചേർഡ് നേറ്റീവ് ഫോർമാറ്റിലായിരിക്കും. സ്ട്രക്ചർ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മറ്റേത് ക്വാളിറ്റേറ്റീവ് ആണ്. ഇത് നമുക്ക് എവിടെയും പറ്റും, ഡാറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യാം. മറ്റേത് സ്റ്റോർഡ് ഇൻ ഡാറ്റ ലേക്സിലാണ്. ഇറ്റ് ഈസ് ഈസി ടു സെർച്ച് ആണ്, മറ്റേത് ഇറ്റ് റിക്വയർസ് മോർ വർക്ക് ടു പ്രോസസ് ആണ്. ഇതിന് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, മറ്റേതിനാണെങ്കിൽ വെറൈറ്റി ഓഫ് ഫോർമാറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും ഒന്ന് പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ക്വാളിറ്റിയുടെ കമ്പോണൻറ്റ്, ഡാറ്റയിൽ ക്വാളിറ്റിയിൽ വരുന്ന കമ്പോണൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആക്യുറസി, കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി, ടൈംലിനെസ്, വാലിഡിറ്റി, യുണീക്നെസ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന കമ്പോണൻസ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക എല്ലാവരും കേട്ടോ. അടുത്ത ചാപ്റ്ററാണ് മൊഡ്യൂൾ 4, സോഷ്യോ സൈബർ ഇൻഫോർമാറ്റിക്സ്, IT ആൻഡ് സൊസൈറ്റിയാണ്. അതിനകത്ത് സോഷ്യൽ ആൻഡ് എത്തിക്കൽ യൂസ് ഓഫ് IT, ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ചാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ IT കൊണ്ട് നമുക്ക് എന്തൊക്കെ സോഷ്യൽ എത്തിക്കൽ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്. ഒന്ന് പ്രൈവസി, നമുക്കറിയാം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോട് കൂടിയിട്ട് നമുക്കറിയാം പ്രൈവസി അല്ലേ, അതില്ല. ഫ്രീഡം,
അതുപോലെ ഇൻ്റർനെറ്റ് ആൻഡ് പ്രൈവസി, ഇൻഫർമേഷൻ സിസ്റ്റം, അക്കൗണ്ടബിലിറ്റി, ക്വാളിറ്റി ഓഫ് ടൈം, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, കമ്പ്യൂട്ടർ ക്രൈമുകൾ, കമ്പ്യൂട്ടർ അബ്യൂസുകൾ, ഇതൊക്കെ അതിൻ്റെ എത്തിക്കൽ ഇഷ്യൂസാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്കറിയാം ഫാക്ടേഴ്സ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത്? ജെൻഡർ, ഏജ്, ഫാമിലി സ്ട്രക്ചർ, ഫിസിക്കൽ ഡിസേബിലിറ്റി, ഫിസിക്കൽ ആക്സസ്, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അടുത്തത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് സൈബർ ക്രൈംസ് കേട്ടോ. ചിലപ്പോൾ എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സൈബർ ക്രൈംസ്. എന്താ സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗത്തോട് കൂടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയാക്കുന്ന രീതിയിൽ ക്രിമിനലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്തുന്നതാണ് സൈബർ ക്രൈം അല്ലേ. ടൈപ്സ് ഓഫ് സൈബർ ക്രൈം ഉണ്ട്. ഇമെയിൽ ആൻഡ് ഇൻ്റർനെറ്റ് ഫ്രോഡ് ഉണ്ട്, ഐഡൻറ്റിറ്റി ഫ്രോഡ് ഉണ്ട്, തെഫ്റ്റ് ഉണ്ട്, തെഫ്റ്റ് ആൻഡ് സെയിൽ ഓഫ് കോർപ്പറേറ്റ് ഡാറ്റ ഉണ്ട്, സൈബർ എക്സ്പ്ലോയിഷൻ ഉണ്ട്, സൈബർ സ്പോയിനേജ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ടൈപ്സ് ഓഫ് സൈബർ ക്രൈമാണ്. സൈബർ ക്രൈമിന് എക്സാമ്പിളാണ് മാൽവെയർ അറ്റാക്സ്, ഫിഷിങ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡോസ് അറ്റാക്സ്, സൈബർ ലോയൊക്കെ. എന്നാൽ മാൽവെയർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെയർ എ കമ്പ്യൂട്ടർ സിസ്റ്റം or network inflict with a computer virus or other type of malware. ഇത് വൈറസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. അതാണ് മാൽവെയർ എന്ന് പറഞ്ഞാൽ. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രോഡുലൻറ്റ് പ്രാക്ടീസാണ്. ഒരു ഇമെയിൽ അയച്ചുകൊണ്ട്, നമുക്കറിയാം ഒരു കാലത്ത് നമ്മുടെ മൊബൈലിലേക്കൊക്കെ ഇത്ര രൂപ നമുക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അയക്കും. അത് നമ്മളോട് പറയും നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ അയച്ചു കൊടുക്കാൻ പറയില്ലേ? അതാണ് ഫിഷിംഗ്. ചൂണ്ടയിടുക എന്ന് പറയില്ലേ? ചൂണ്ടിട്ട് നമ്മൾ അതിനേക്ക് ആ കുഴിയിൽ ചാടിക്കുക, അതാണ് ഫിഷിംഗ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡോസ് അറ്റാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈമാണ് ദാറ്റ് സൈബർ ക്രിമിനൽസ് യൂസ് ടു ബ്രിങ് ഡൗൺ എ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്. അവർ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡോസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒരു നമ്മളെല്ലാവരെയും വഴിതെറ്റിക്കാനായിട്ട് അവർ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡോസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സൈബർ ക്രൈമിനെ കുറിച്ച് കേട്ടോ. അതൊന്ന് പഠിച്ചു വയ്ക്കുക എല്ലാവരും. ഒബ്ജക്റ്റീവ്സ് ഓഫ് IT ആക്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും IT ആക്ടിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക, ഷുവറായിട്ട് ചോദിക്കും. ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷനാണ്. ടു ഗീവ് ലീഗൽ റെക്കഗ്നിഷൻ ടു കീപ്പിംഗ് അക്കൗണ്ടിംഗ് ബുക്സ് ഇൻ ഇലക്ട്രോണിക് ഫോം, പ്രൊട്ടക്ഷൻ ഓഫ് ഓൺലൈൻ പ്രൈവസി ആൻഡ് സ്റ്റോപ്പിംഗ് സൈബർ ക്രൈംസ്, ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു 7 പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൈബർ അഡിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ IT ആക്ടിൻ്റെ എന്തായാലും നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പഠിച്ച് വയ്ക്കുക എല്ലാവരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിനെയാണ് എൻവയോൺമെൻറ്റ്, സമൂഹത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വളരെ അവർക്ക് പരിസ്ഥിതിയോടുള്ള ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഈ റിസോഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ദാറ്റ് ആർ അൺവാണ്ടഡ്, നോട്ട് വർക്കിംഗ് ആൻഡ് നിയറിംഗ് ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ് അല്ലേ. അതായത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റാണ്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ മേടിച്ചിട്ട് അതിന് എൻഡ് ഓഫ് ലൈഫിലേക്ക് എത്തി, അതിന് ജീവിതാവസാനത്തിലേക്ക് എത്തി. അതായത് നമുക്കിപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ നോട്ട് വർക്കിംഗ്, അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിനെയാണ് വേസ്റ്റ് എന്ന് പറയുക. ഗവേണൻസ് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ യൂസേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഇൻഫർമേഷൻ ടെക്നോളജിയും കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗവേണൻസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ വേസ്റ്റ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇനി ഗവൺമെൻറ്റും ഗവേണൻസിൽ വരുന്ന ഗവൺമെൻറ് ഇൻറ്ററാക്ഷൻസ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് ആരൊക്കെയാണ് ഇൻറ്ററാക്ട് ചെയ്യുക? ഒന്ന് G2G എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഉണ്ട്. G2B ഗവൺമെൻറ് ടു ബിസിനസ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും, ഗവൺമെൻറ് സിറ്റിസണായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും, ഗവൺമെൻറ് എംപ്ലോയീസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ G2G, G2B, G2C, G2E അതെല്ലാവരും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാം. ഗ്ലോബൽ റീച്ച്, കോസ്റ്റ് കുറവാണ്, ട്രാക്കബിൾ മെഷറബിൾ റിസൾട്ടാണ്, പേഴ്സണലൈസേഷൻ, ഓപ്പൺനെസ്, സോഷ്യൽ കറൻസി, അതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ സ്കിൽസ് ആൻഡ് ട്രെയിനിങ്, ടൈം കൺസ്യൂമിങ്, ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്, സെക്യൂരിറ്റി, കംപ്ലൈൻറ്റ്, ഫീഡ്ബാക്ക് ഒക്കെ വരാം, അതൊക്കെ ഡിസഡ്വാൻറ്റേജ് ആണ്. ബിസിനസ് മോഡൽസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. ആയിട്ട് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് മോഡൽസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, B2B, B2C, C2C, B2E, B2G.
B2B എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് ആണ്. അതായത് ബിസിനസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് B2B എന്ന് പറയുക. B2C എന്ന് പറയുന്നത് ബിസിനസ്സും കൺസ്യൂമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് പ്രൊഡക്റ്റുകൾ ബിസിനസ് എന്ത് ചെയ്യുന്നു, കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു അല്ലേ. അതാണ് B2C എന്ന് പറഞ്ഞാൽ. കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ട്രാൻസാക്ഷനാണ്. ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസസ് കസ്റ്റമർ വേറൊരു കസ്റ്റമറിന് കൊടുക്കുന്നതാണ് C2C എന്ന് പറഞ്ഞാൽ. ബിസിനസ് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഷോർട്ടേജ് ഓഫ് ടെക്നോളജി മൂലം നമ്മൾ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ബിസിനസ്സിന് എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് B2Eയിൽ കാണിക്കുന്നത്. പിന്നെ ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പോളിസീസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ത്രൂ ഇൻ്റർനെറ്റ് വഴിയാണല്ലോ. അതാണ് ബിസിനസ് ടു ഗവൺമെൻറ്. അതൊന്ന് പഠിച്ച് വയ്ക്കാം. അടുത്ത ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ്. ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണുള്ളത്? ഒന്ന് നേറ്റീവ് അഡ്വർടൈസിംഗ് ഉണ്ട്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഉണ്ട്, ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ഉണ്ട്, മൊബൈൽ അഡ്വർടൈസിംഗ് ഉണ്ട്, സോഷ്യൽ ആഡ് ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ സൈനിങ്, വീഡിയോ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും പഠിച്ച് വയ്ക്കുക. പിന്നെ PPCയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചാനൽസൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അടങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഏരിയാസ് ഷുവറായിട്ടും കവർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.